ഹലോ, എല്ലാവർക്കും അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കട്ട്ലറ്റ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ. അപ്പോൾ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഒരു കുക്കറിലേക്ക് പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാല തയ്യാറാക്കാനായിട്ട് 3 ഉള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഓരോ സ്പൂൺ വീതം എന്നിവ എടുത്ത് വെക്കുക. അതിനുശേഷം ചീനച്ചട്ടി എടുക്കുക. പാകത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സബോള വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കയ്യിൽ ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കുക. എൻ്റെ കയ്യിൽ അൺഫോർച്ചുനേറ്റ്ലി കറിവേപ്പില ഇല്ല. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കട്ട്ലറ്റ്. നല്ല മൊരിഞ്ഞ മണം വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ കറിവേപ്പിലയുടെ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, കാര്യം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള നോക്കിയിട്ട് മാത്രം ഉപ്പിടുക. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വലിഞ്ഞ് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ചിലവർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ബോയിൽ ചെയ്ത് പൊട്ടറ്റോ ഇടുന്നത്. അതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ. ചിക്കൻ എത്ര വറുത്തെടുക്കുന്നതോ അത്രയും ടേസ്റ്റാണ് കട്ട്ലറ്റിന്. അപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കണം. ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് നല്ലതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചതാണ്. അത് നമ്മൾ ഈ ചിക്കൻ മിക്സിലേക്ക് ചേർക്കണം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഈ മസാല കൈയും കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യണം. എന്നാലും നമുക്ക് നല്ല ബോളാക്കി ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പില എത്രയുണ്ടോ അത്രയും ചേർക്കുക നല്ലതാണ്. അതുപോലെ പച്ചമുളക് ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് നമ്മളിടില്ലേ, അപ്പോൾ നമുക്ക് പച്ചമുളകും ചേർക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും പച്ചമുളക് വേണ്ട, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് എഗ്ഗ് ചേർത്ത് പാകത്തിന് ഉപ്പ്, കോൺഫ്ലോർ എന്നിവ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കുക. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡോ അല്ലെങ്കിൽ നമ്മുടെ റസ്കോ എന്തെങ്കിലും പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല എടുത്ത് നല്ലതുപോലെ ഉരുട്ടി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. കൈ കൊണ്ടാണ് ഞാൻ ആക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെറിയ മോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ ചെറിയ റൗണ്ടിലുള്ള പാത്രമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയതിന് ശേഷം ആദ്യം എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ കട്ട്ലറ്റും റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 16ഓളം കട്ട്ലറ്റാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 250 ഗ്രാമിന് മുകളിൽ ചിക്കൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക. കട്ട്ലറ്റൊക്കെ വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കണം. അതിനുശേഷം ഓരോ കട്ട്ലറ്റ് വീതമിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കാര്യം ബ്രെഡാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തീ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ പാകത്തിന് തീയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ നമുക്കറിയാലോ കട്ട്ലറ്റിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെന്തിട്ടുണ്ട്, അതൊന്നും വേവേണ്ട ആവശ്യമില്ല. ഔട്ടർ ലെയർ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ, ഒരു മെറൂൺ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അത്രയേ ഉള്ളൂ. കട്ട്ലറ്റ് നല്ല എളുപ്പമാണ്. കുറച്ച് ലോങ് പ്രോസസ്സ് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലറ്റൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ. പിന്നെ നിങ്ങളൊക്കെ ക്രിസ്മസിനൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു ക്രിസ്മസ്, ഈസ്റ്റർ ഇതിനൊക്കെ കട്ട്ലറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ചിക്കനും ബീഫും ഫിഷും എല്ലാം കൊണ്ടും കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബീഫ് കട്ട്ലറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് കട്ട്ലറ്റാണ് ഇഷ്ടം? കമൻറ്റിൽ പറയണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെയൊന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്ക്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
ഇതുപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബായ്.